അവർ പിന്നെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. പ്രോപ്പറായിട്ട് ഹോട്ടൽ റൂംസൊക്കെ തന്നു. ഈവൻ ഞങ്ങൾ ഹോട്ടൽ റൂമിന് വേണ്ടി ലൈനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പോലും വീണ്ടും എമർജൻസി ഫോണിൽ വന്നു. അപ്പോൾ തന്നെ വീണ്ടും സൗണ്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പാനിക്കാവുക ചെയ്തത്. പക്ഷേ ഞാൻ പോയത് ഇത്തിഹാദ് ഫ്ലൈറ്റിനാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ തന്നെ അവർ ഫുഡും വാട്ടറൊക്കെ തന്നു. ഹോട്ടലൊക്കെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ആയാലും എല്ലാവരും കൂടെ നിന്നു. ഭയങ്കര നല്ല കോർഡിനേഷനായിരുന്നു. ഇത്രയും ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ 188 പ്ലസ് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ ഫ്ലൈറ്റ് വെച്ചാൽ ഇവരുടെ ഫ്ലൈറ്റ്സൊക്കെ ഭയങ്കര വലുതല്ലേ, അപ്പോൾ അത്രയും ആൾക്കാർ ജനം ഉണ്ടായിരുന്നു. പക്ഷേ അവർ നന്നായി കോർഡിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിലെത്തിയപ്പോൾ വൈകുന്നേരമായി. അവിടുന്ന് പിന്നെ അവർ ഫുഡൊക്കെ തന്ന് ഞങ്ങൾ സിറ്റിലായി. ഞാൻ റിച്ച് കാൾട്ടണിലായിരുന്നു, ഓപ്പോസിറ്റ് അബുദാബിയിൽ തന്നെയുള്ളത്. ഇല്ല, എല്ലാം സ്മൂത്തായിരുന്നു. അവർ തന്നെ ഞങ്ങൾക്ക് അവിടെ 2 ഓവർനൈറ്റ് സ്റ്റേയും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഇമെയിൽ തന്നു, പ്രോപ്പർ സീറ്റൊക്കെ തന്ന് അവരുടെ വണ്ടി തന്നെ വന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു. ഇല്ല, കുഞ്ഞു നാട്ടിലായിരുന്നു. അതെ. ഇല്ല, പുറത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ള് ഇവരുടെ അണ്ടറിൽ തന്നെയായിരുന്നു. ഗവൺമെൻറ് ഈവൻ ഞങ്ങൾക്ക് 1000 ദിർഹംസ് കൂപ്പൺ തന്നു. ലൈക്ക് വി ക്യാൻ ഷോപ്പ് അറൗണ്ട് എനി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു ഇൻസൈഡ്. അതെ, തിരിച്ചെത്തിയപ്പം ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി മൈൻഡായിരുന്നു. പുലർച്ചെയായിരുന്നു, ഒരു 3 AM അറൗണ്ട്. അപ്പം തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇമെയിൽ വഴിയാണ് വന്നത് നോട്ടിഫിക്കേഷൻ. അപ്പം തന്നെ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ നമ്മൾ താഴെ ചെന്ന് ലോബിയിൽ ചെന്നപ്പോഴേക്കും എത്തിഹാദിൻ്റെ ആളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോൾ ബസ് വരും, ലൈനപ്പ് ആയേക്കോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു. ചെറുതായിട്ട് ന്യൂസൊക്കെ കാണുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. എന്താ ശരിക്കും നടക്കണേന്ന് നമുക്ക് അത്ര അറിയില്ലല്ലോ അങ്ങനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. പിന്നെ ഈവൻ ഫൈറ്റർ ജെറ്റ്സ് ആയാലും പറക്കുന്ന സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ആശങ്ക തന്നെയായിരുന്നു. അതെ, നല്ല ഇതായിരുന്നു. യെസ്, അബുദാബിയിൽ നിന്നും എത്തിയ ഫ്ലൈറ്റിലെ യാത്രക്കാരിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ കുടുംബവുമായി ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷവും കൂടി അവർ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.